മാലിന്യ സംസ്കരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2026 ഏപ്രിൽ 1 മുതൽ രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വന്നു. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി പുനരുപയോഗിക്കുന്നതിനും വേണ്ടിയാണ് ഈ പുതിയ പരിഷ്കാരം നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതുവരെ നാം ശീലിച്ചു പോന്ന നനഞ്ഞ മാലിന്യമെന്നും ഉണങ്ങിയ മാലിന്യമെന്നുമുള്ള വേർതിരിവ് ഇനി 4 ഘട്ടങ്ങളിലായി വിഭജിക്കപ്പെടും. ഓരോ പൗരനും സ്വന്തം വീട്ടിൽ തന്നെ മാലിന്യങ്ങൾ തരംതിരിക്കണമെന്നും അല്ലാത്ത പക്ഷം അവ ശേഖരിക്കാൻ ശുചീകരണ തൊഴിലാളികൾ വിസമ്മതിക്കുമെന്നും പുതിയ നിയമം വ്യക്തമാക്കുന്നു. മാലിന്യങ്ങൾ തരംതിരിക്കാനായി പച്ച, നീല, ചുവപ്പ്, കറുപ്പ് എന്നിങ്ങനെ 4 വ്യത്യസ്ത നിറങ്ങളിലുള്ള ബിന്നുകളാണ് ഇനി മുതൽ ഉപയോഗിക്കേണ്ടത്. അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളും പച്ചക്കറി തൊലികളും പച്ച നിറത്തിലുള്ള ബിന്നിൽ നിക്ഷേപിക്കണം. പ്ലാസ്റ്റിക്, പേപ്പർ, ഗ്ലാസ്, ലോഹങ്ങൾ തുടങ്ങിയ പുനരുപയോഗിക്കാൻ കഴിയുന്നവ നീല ബിന്നിലേക്കും മാറ്റണം. സാനിറ്ററി നാപ്കിനുകൾ, ഡയപ്പറുകൾ തുടങ്ങിയവ ചുവപ്പ് ബിന്നിലും, പഴയ മരുന്നുകൾ, പെയിന്റ്, ഈ മാലിന്യങ്ങൾ, ബൾബുകൾ തുടങ്ങിയ അപകടകരമായ വസ്തുക്കൾ കറുത്ത ബിന്നിലുമാണ് ഇടേണ്ടത്. പുതിയ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വലിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു. വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കാൻ എത്തുന്ന വാഹനങ്ങളിൽ ഇനി 4 പ്രത്യേക അറകൾ ഉണ്ടായിരിക്കും. ഓരോ വിഭാഗത്തിലും പെട്ട മാലിന്യങ്ങൾ കലരാതെ തന്നെ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ ഇതിലൂടെ സാധിക്കും. ഹോട്ടലുകൾ, വലിയ അപ്പാർട്ട്മെന്റുകൾ, സർക്കാർ ഓഫീസുകൾ തുടങ്ങിയ വൻകിട സ്ഥാപനങ്ങൾ പ്രതിദിനം 100 കിലോയിൽ കൂടുതൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അവ സ്വന്തം പരിസരത്ത് തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കനത്ത പിഴ ഈടാക്കാനാണ് അധികൃതരുടെ തീരുമാനം. മലിനീകരണം വരുത്തുന്നവർ തന്നെ അതിന്റെ ചിലവ് വഹിക്കണം എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പിഴ ശിക്ഷകൾ നടപ്പിലാക്കും. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് തയ്യാറാക്കിയ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ വഴി മാലിന്യ സംസ്കരണ പ്രക്രിയകൾ നിരന്തരം നിരീക്ഷിക്കപ്പെടും.